ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭൂപരപ്പിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് മാനവരാശിയുടെ നാളുകളിൽ നിന്ന് തീവ്രവാദത്തിന്റെ ആർത്തനാദങ്ങളെ ഇല്ലാതാക്കുവാനുള്ള അതിതീവ്ര യജ്ഞം ഇസ്രായേൽ തുടരുകയാണ്. ഇന്ന് രാവിലെ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഹമാസ് കരുതിവെച്ചിരുന്ന മുതിർന്ന ഹമാസ് നേതാവും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹമാസ് തീവ്രവാദ സംഘടനയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ ഇസ്മായിൽ ബർഹൂം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആക്രമണത്തിൽ ഇസ്രായേൽ സേന ഇല്ലാതാക്കിയ ഇസ്ലാം ദാലിസിന്റെ പകരക്കാരനായി ഹമാസ് കാത്തുവച്ചിരുന്ന പ്രൈം മിനിസ്റ്റർ മെറ്റീരിയലായിരുന്നു ഇസ്മായിൽ ബർഹൂം. ഹമാസിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും ഗാസയിലെ സാധാരണക്കാരോട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ടും കഴിഞ്ഞയാഴ്ച ഗാസയിൽ ഇസ്രായേൽ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. ആ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ബർഹൂം തെക്കൻ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ നാസർ ആശുപത്രിയിലുണ്ടായിരുന്നു. ആശുപത്രിയെ പ്രിസിഷൻ ബോംബിംഗ് നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ സർജിക്കൽ ബ്ലോക്കിൽ ഉണ്ടായിരുന്ന ബർഹൂം കൊല്ലപ്പെടുകയായിരുന്നു. ഹമാസും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ ഈ മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ കൂടാതെ മറ്റ് 5 പേരും കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഹമാസിന്റെ മറ്റൊരു നേതാവും അവരുടെ പോളിറ്റ് ബ്യൂറോയിലെ പ്രമുഖ അംഗവുമായ സല അൽ ഗർദാവിൽ എന്നയാളും അദ്ദേഹത്തിന്റെ ഭാര്യയും മുവാസിയിൽ നടന്ന ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരുന്നു. ഗാസയിലെ നിരപരാധികളുടെ സുരക്ഷയെ കരുതി കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച തെൽ അൽ സുൽത്താൻ പ്രദേശത്തു നിന്ന് ആയിരക്കണക്കിന് പലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ. അങ്ങേയറ്റം വൃത്തിഹീനമായ പരിസ്ഥിതിയിൽ തിങ്ങിക്കൂടി കഴിഞ്ഞിരുന്നവരെയാണ് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗാസയിലെ 2 ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗവും പലായനം ചെയ്യാൻ നിർബന്ധിതരായി എന്നതാണ് സത്യം. ഇസ്രായേലുമായി ഹമാസ് ഉണ്ടാക്കിയ 1ാം ഘട്ട വെടിനിർത്തൽ കരാർ സ്വാഭാവികമായും 2ാമത്തെ കരാറിലേക്ക് എത്തിച്ചേരേണ്ടതായിരുന്നു. എന്നാൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഹമാസ് നടത്തിയ നീക്കങ്ങളോടെയാണ് 1ാമത്തെ വെടിനിർത്തൽ അവസാനിച്ച ഉടൻ തന്നെ ഗാസയിൽ ആക്രമണം അഴിച്ചുവിടാൻ ഇസ്രായേലിനെ നിർബന്ധിതരാക്കിയത്. ഇപ്പോഴും മുഴുവൻ ബന്ദികളുടെയും മോചനമെന്ന ഒറ്റ ഓപ്ഷനിൽ ഇസ്രായേലും അമേരിക്കയും ഉറച്ചു നിൽക്കുമ്പോൾ സമവായത്തിന് വഴിതെടിക്കൊണ്ട് ബന്ദികളെ മോചിപ്പിച്ച് നെതന്യാഹുവും ട്രംപും വെച്ചിരിക്കുന്ന ഫോർമുലയ്ക്കനുസൃതമായി തടി രക്ഷിച്ച് മുമ്പോട്ട് പോകുന്നതിന് പകരം പ്രകോപനമുണ്ടാക്കാനാണ് ഹമാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർക്ക് കൂടുതൽ വിനയാവുകയായിരുന്നു. ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ 15ലധികം വ്യോമ ആക്രമണങ്ങൾ നടത്തുകയും ദമാസ്കസിൽ ഒരു വമ്പൻ സ്ഫോടനം നടക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. മധ്യ ഗാസയിലെ ഒട്ടുമിക്ക ഭാഗത്തും ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. പാലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടിയെന്ന ഭാവത്തിൽ തീവ്രവാദ ശൃംഖലകളുടെ പരിപോഷണത്തിന് വേണ്ടി മാത്രം ആയുധമെടുത്ത് ചോരക്കളികൾ തുടരുന്ന ഹമാസ് പാലസ്തീന്റെ അതിജീവന പ്രതീക്ഷകളുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നത് കനത്ത ആഘാതമാണ്.